വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ നഗരം ഏത്? പൂനെ, വഡോദര, ഭുവനേശ്വർ, വാരണാസി. ഉത്തരം ഓപ്ഷൻ ഡി, വാരണാസി. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ നഗരമേത്? വാരണാസി. അടുത്ത ചോദ്യം. പുതിയ ദൂരം കുറിച്ച് 13ാം തവണയും അർമാൻഡ് ഡുപ്ലിൻഡസ് ലോക റെക്കോർഡിട്ടത് ഏത് കായിക ഇനത്തിലാണ്? ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഹാമർ ത്രോ, പോൾ വോൾട്ട്. ഉത്തരം ഓപ്ഷൻ ഡി, പോൾ വോൾട്ട്. പുതിയ ദൂരം കുറിച്ച് 13ാം തവണയും അർമാൻഡ് ഡുപ്ലിൻഡസ് ലോക റെക്കോർഡിട്ടത് ഏത് കായിക ഇനത്തിലാണ്? പോൾ വോൾട്ടിൽ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏത്? കേരളം, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ, കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. അടുത്ത ചോദ്യം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടുത്തേതാണ്? ചണ്ഡീഗഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഉത്തരം ഓപ്ഷൻ ബി, ഡൽഹി. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭാ മന്ദിരം എവിടുത്തേതാണ്? ഡൽഹിയിലെ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഏത് ശാസ്ത്രീയ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള വാഹനമാണ് മത്സ്യ 6000? ബഹിരാകാശ നിലയ പദ്ധതി, സമുദ്രയാൻ പദ്ധതി, മിസൈൽ പദ്ധതി, ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി, സമുദ്രയാൻ പദ്ധതി. ഇന്ത്യയുടെ ഏത് ശാസ്ത്രീയ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള വാഹനമാണ് മത്സ്യ 6000 സമുദ്രയാൻ പദ്ധതി? അടുത്ത ചോദ്യം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഏത്? പാശുപതാസ്ത്ര, സുദർശൻ ചക്ര, ബ്രഹ്മാസ്ത്ര, മഹാമേരു. ഉത്തരം ഓപ്ഷൻ ബി, സുദർശൻ ചക്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഏതാണ്? സുദർശൻ ചക്ര. അടുത്ത ചോദ്യം. ജൻസി വിപ്ലവം എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെ തുടർന്ന് മന്ത്രിസഭ നിലം പതിച്ചത് ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാള്, മ്യാൻമാർ. ഉത്തരം ഓപ്ഷൻ സി, നേപ്പാൾ. ജൻസി വിപ്ലവം എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെ തുടർന്ന് മന്ത്രിസഭ നിലം പതിച്ചത് ഏത് രാജ്യത്താണ്? നേപ്പാളിൽ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. ഉത്തരം ഓപ്ഷൻ ഡി, തമിഴ്നാട്. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? തമിഴ്നാട്. അതായത് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ഓക്കെ. അടുത്ത ചോദ്യം. ലോകത്തെ ഏറ്റവും ഉയരമുള്ള 4ാമത്തെ സൈനിക വ്യോമത്താവളം നിലവിൽ വന്ന ന്യോമ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ്? ലഡാക്ക്, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. ഉത്തരം ഓപ്ഷൻ എ, ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള 4ാമത്തെ സൈനിക വ്യോമത്താവളം നിലവിൽ വന്ന ന്യോമ ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ്? ലഡാക്ക്. അടുത്ത ചോദ്യം.
പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്ന തടാകം ഏത്? ചിൽക്ക തടാകം, കൊല്ലേരു തടാകം, ദാൽ തടാകം, വേമ്പനാട്ട് കായൽ. ഉത്തരം ഓപ്ഷൻ സി, ദാൽ തടാകം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്ന തടാകം ഏതാണ്? ദാൽ തടാകം. അടുത്ത ചോദ്യം, 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏത്? നെതർലാൻഡ്സ്, ഐസ്ലൻഡ്, ഫിൻലൻഡ്, ന്യൂസിലൻഡ്. ഉത്തരം ഓപ്ഷൻ ബി, ഐസ്ലൻഡ്. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏതാണ്? ഐസ്ലൻഡ്. അടുത്ത ചോദ്യം, ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി നിർമ്മിച്ചത് എവിടെ? ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ, വിശാഖ് സ്റ്റീല്, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്സ്, റെയിൽ വീൽ ഫാക്ടറി ബംഗളൂരു. ഉത്തരം ഓപ്ഷൻ എ, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. ഹൈഡ്രജനിൽ ഓടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ. അടുത്ത ചോദ്യം, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ചിപ്പ് ഏത്? ഗതി 02, വിക്രം 32, ശ്വേത 16, ഊർജ 12. ഉത്തരം ഓപ്ഷൻ ബി, വിക്രം 32. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ചിപ്പ് ഏത്? വിക്രം 32. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായികക്ഷമത പരിശോധിക്കാനായി പുതുതായി അവതരിപ്പിച്ചതാണ് ബ്രോങ്കോ ടെസ്റ്റ്? ഫുട്ബോള്, ബോക്സിങ്, ക്രിക്കറ്റ്, ഹോക്കി. ഉത്തരം ഓപ്ഷൻ സി, ക്രിക്കറ്റ്. ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായികക്ഷമത പരിശോധിക്കാനായി പുതുതായി അവതരിപ്പിച്ചതാണ് ബ്രോങ്കോ ടെസ്റ്റ്? ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് തൊഴിൽ വാർത്ത, PSC ബുള്ളറ്റിന് അതുപോലെയൊക്കെ ഉള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.